കേരളത്തിലാകെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, അഭൂതപൂർവമായ LDF അനുകൂല തരംഗം അലയടിച്ചുയരുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വരികയുണ്ടായി. നരേന്ദ്രമോദി വന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞു. പക്ഷേ ജനങ്ങളാരെങ്കിലും ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ആളെ പറ്റിക്കാം, എല്ലാ തവണയും പറ്റിക്കാൻ പറ്റും. ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്ന 2014 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ കോൺഗ്രസിനെതിരായി ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 2ാം UPA സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്ന കാലം. 2ാം UPA സർക്കാർ ജനവിരുദ്ധമായ നയങ്ങളാണ് വൻതോതിൽ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലായി. ആ അതൃപ്തരായ ജനങ്ങളുടെ മുന്നിലാണ് വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞത് BJP. ജനങ്ങൾ കോൺഗ്രസ് ഭരണത്തിൽ മനമെടുത്തതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് BJPയെ ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറ്റി. BJP അധികാരത്തിലേറിയതിന് ശേഷം ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലായി. നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ നടപ്പാക്കിയ ജനവിരുദ്ധ നയത്തിൽ ഒരു മാറ്റവും ജനങ്ങൾ കണ്ടില്ല. കൂടുതൽ ജനവിരുദ്ധമായ നയത്തോടെ നീങ്ങുന്ന ഗവൺമെൻറ്റായി BJP ഗവൺമെൻറ് മാറി. എന്തുകൊണ്ടാണിത്? ഇത് നയത്തിൻ്റെ പ്രശ്നമാണ്. BJPയുടെ നയമാണ് നടപ്പാക്കിയത്. 2ാം UPA സർക്കാർ കോൺഗ്രസിൻ്റെ നയമാണ് നടപ്പാക്കിയത്. രണ്ടാളും രണ്ടാളുടെ നയമാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞാൽ ഈ നയങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ രണ്ട് നയവും ഒരേ നിലയാണ്, വ്യത്യാസമില്ല. അപ്പോൾ BJP കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം തന്നെ കൂടുതൽ കർക്കശമായി നടപ്പാക്കുകയാണുണ്ടായി. കാരണം രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടുള്ളത് ഒരേ സാമ്പത്തിക നയമാണ്. ഇതിൻ്റെ ദുരിതം പേറേണ്ടി വന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ്. ഏറ്റവും വലിയ ദുരിതത്തിലേക്കാണ് ജനങ്ങളെ തള്ളിവിട്ടത്. അതോടൊപ്പം BJP സർക്കാർ ഇപ്പോൾ 2014 മുതൽ 2024 വരെ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ഈ 10 വർഷക്കാലത്തെ അനുഭവം എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒട്ടേറെയുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ നെടുന്തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നവയടക്കം നരേന്ദ്രമോദിയുടെ സർക്കാർ ദുർബലപ്പെടുത്തി എന്താണ് കാണാൻ കഴിയുക? എന്തിനധികം പറയുന്നു, ജുഡീഷ്യറിയിൽ പോലും വലിയ തോതിലുള്ള കടന്നുകയറ്റം നടന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ
RSS നിയന്ത്രണം കൊണ്ടുവരികയാണ്. എല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ, തങ്ങളുടെ ചെൽപ്പടിയിൽ നിൽക്കണം എന്നതാണ് സംഘപരിവാറിൻ്റെ ആഗ്രഹം. അതനുസരിച്ചുള്ള നടപടികളാണ് നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു വന്നു. അതികഠിനമായ ജനദ്രോഹ നടപടി മാത്രമല്ല, ജുഡീഷ്യറിയിലെ സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന അവസ്ഥ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പരമോന്നത കോടതിയിലെ ജസ്റ്റിസുമാർ കോടതിയിൽ നിന്നിറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നിലയുണ്ടായത്. അത്രമാത്രം അസഹ്യമായ അന്തരീക്ഷം എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളിലും ഉണ്ടായി എന്താണ് നാം കാണേണ്ടത്. ഇത് പരോക്ഷമായുള്ള നിയന്ത്രണത്തിനുള്ള ശ്രമമാണ്. എന്നാൽ രണ്ടാം ഊഴം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കിട്ടിയതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനുള്ള ഏറ്റവും ശക്തമായ നടപടിയിലേക്ക് നീങ്ങി. അതാണ് 2019 അധികാരത്തിലെത്തിയ ഉടനെ പാസാക്കിയ ഒരു നിയമ ഭേദഗതി. അത് പൗരത്വ നിയമ ഭേദഗതിയാണ്. പൗരത്വ നിയമ ഭേദഗതി RSSൻ്റെ അജണ്ടയാണ്. നമ്മുടെ രാജ്യം മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു രാഷ്ട്രമല്ല. പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമായി നാം കാണുന്നില്ല. നമ്മൾ മാത്രമല്ല, ലോകത്തിലെ പരിഷ്കൃത രാഷ്ട്രങ്ങൾ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമായി കാണുന്നില്ല. നമ്മുടെ മതനിരപേക്ഷത ഏത് മതത്തിലും വിശ്വസിക്കാൻ അവകാശം നൽകുകയാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള അവകാശവുമുണ്ട്. ഇതാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകത. അവിടെയാണ് പൗരത്വത്തിന് മതം അടിസ്ഥാനമാണ് എന്ന ഭേദഗതി വരുന്നത്. ഇവിടെ നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും, അവിടങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കലാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്ത വിഷയം. പൗരത്വം കൊടുക്കുന്നതിന് ആരും എതിരല്ല. ഏതിനെയാണ് എതിർക്കുന്നത്? ലോകം അംഗീകരിക്കാത്തൊരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. ലോകം, പരിഷ്കൃത രാഷ്ട്രങ്ങൾ അഭയാർത്ഥികളോട് വിവേചനം കാണിക്കാറില്ല. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറുമില്ല. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തേക്ക് വന്ന ആളുകളിൽ 6 വിഭാഗത്തിന് പൗരത്വം. എന്നാൽ മുസ്ലിം അടക്കമുള്ള മറ്റുള്ളവർക്ക് പൗരത്വമില്ല. അതുകൊണ്ടാണ് ആളുകൾ RSS മുസ്ലിമിനുള്ള പൗരത്വ നിഷേധത്തിനായി കൊണ്ടുവന്ന നിയമം എന്ന നിലയ്ക്ക് ഈ നിയമത്തെ വിശേഷിപ്പിച്ചത്. ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എതിർപ്പുയർത്തിയത്.
ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രമാണ് ഇപ്പോൾ അമേരിക്ക. നമ്മുടെ രാഷ്ട്രത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കിയാണ് മാറ്റിയിട്ടുള്ളത്. വലിയ സന്തോഷത്തിലാണ് അമേരിക്ക ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ എല്ലാ കാര്യത്തിലും തങ്ങളോടൊപ്പം കിട്ടുക. ഇതിൽ പരം എന്ത് വേണം? പക്ഷേ ആ അമേരിക്കക്ക് ഈ നടപടി അംഗീകരിക്കാൻ പറ്റിയില്ല. ഇതിനെ അവർ പരസ്യമായി തള്ളിപ്പറഞ്ഞു, അപലപിച്ചു. അമേരിക്ക അടക്കമുള്ള അനേകം ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ നടപടിയെ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകളും ഇന്ത്യയുടെ നടപടിയെ അപലപിക്കാൻ തയ്യാറായി. ഇവിടെ രാജ്യത്താകെ വലിയ പ്രതിഷേധമുയർന്നു വന്നു. ഡൽഹിയിലെ കനത്ത പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ധാരാളം ആളുകൾ പങ്കെടുത്ത പ്രക്ഷോഭം. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായി. സീതാറാം യെച്ചൂരിയും ഡി രാജയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ? എന്തേ കോൺഗ്രസ് ഇല്ലാതായത്? ഇത് ഡിസംബറിലാണ്. ജനുവരി ആയപ്പോൾ പ്രക്ഷോഭം കനത്തു. അതിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേരുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ പേരുണ്ടായോ? കോൺഗ്രസിനെ വിമർശിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ട്. ഇതാണ് വിമർശനം. ഈ വിമർശനം ശരിയല്ലാത്തതാണെങ്കിൽ അദ്ദേഹത്തിന് പറയാലോ, ഈ പറയുന്ന കാര്യം ശരിയല്ല, ഞങ്ങളുടെ ഇന്നയാൾ ഇന്ന സ്ഥലത്ത് ഉണ്ടായി, അറസ്റ്റ് ചെയ്യപ്പെട്ടു, പോട്ടെ, ആ പ്രക്ഷോഭത്തിലുണ്ടായി, പറയാൻ കഴിയോ? അദ്ദേഹം വന്ന ഉടനെ വലിയ വീറോട് പറഞ്ഞല്ലോ, ഇന്നലെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് പറയാലോ. ഇത് ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കാൻ തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കണ്ടേ? കോൺഗ്രസിൻ്റെ ധർമ്മമാണോ നിർവഹിക്കുന്നത്? കോൺഗ്രസിൻ്റെ ധർമ്മം സംഘപരിവാറിനോടൊപ്പം നിൽക്കലാണോ? സംഘപരിവാർ മനസ്സിനോട് ചേർന്ന് നിൽക്കലാണോ? സംഘപരിവാർ അജണ്ടയല്ലേ ഈ നടപ്പാക്കിയത്? സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് BJP. കാരണം BJPയുടെ നേതൃത്വം RSS ആണ്. നിങ്ങൾക്കെന്താണ് കാര്യം? നിങ്ങൾ മതനിരപേക്ഷമാണെന്നല്ലേ പറയാറ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഘപരിവാർ മനസ്സിന് യോജിപ്പ് വരുന്നു? അതല്ലേ നമ്മുടെ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘപരിവാർ മനസ്സിനോട് യോജിക്കുന്ന നിലപാടുകൾ എത്ര ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? പോട്ടെ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ സാധാരണ എല്ലാ പരിപാടികളും അങ്ങനെ യോജിക്കാറില്ല. ഈ പരിപാടിയിൽ യോജിച്ചു. ഈ പരിപാടിയിൽ
കേരളം ആദ്യമേ തന്നെ പറഞ്ഞു, ഈ നിയമഭേദഗതി, പൗരത്വ നിയമഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല. അത് കൃത്യമായി ആദ്യം പറഞ്ഞു വെച്ചു. അവിടെ നിർത്തുകയല്ല ചെയ്തത്. നാം ഒരു വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. നല്ല കാര്യമായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒന്നിച്ചുള്ള ശബ്ദമാണല്ലോ ഉയരേണ്ടത്. അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചു. അതിലും എല്ലാവരും വന്നു, നല്ല അഭിപ്രായം പറഞ്ഞു. പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു ചേർത്തു. അതിനകത്ത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. ഏകകണ്ഠമായി ഈ നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ കേരള അധ്യക്ഷൻ, KPCC പ്രസിഡന്റ് അന്നത്തെ, അദ്ദേഹം പറയാണ്, കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് നടപ്പാകാതിരിക്കുമോ? എത്ര ചരിത്ര നിഷേധമായ പ്രസ്താവനയാണത്! എന്താണ് ആ പ്രസ്താവനയുടെ പൊരുൾ? ഇരിക്കട്ടെ. തൊട്ടു പിന്നാലെ, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്തേ അങ്ങനെയൊരു നിലപാടെടുക്കാൻ? ഈ വിഷയം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ പ്രതികരിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചല്ലോ. ഇപ്പം മറുപടി ഇതേവരെ വന്നിട്ടില്ല. ഇനിയെങ്കിലും പറയൂ. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായല്ലേ കേരളത്തിലെ കോൺഗ്രസ് അതിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ലെങ്കിൽ അല്ല എന്ന് പറ. അതിനോടൊപ്പം കാരണം പറയൂ. കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യ്. കേരള ഗവൺമെൻറ് സമീപനമാണ് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങാൻ കാരണം. ഉണ്ടോ വല്ലതും പറയാൻ? ഉണ്ടെങ്കിൽ നേരത്തെ പറയില്ലേ? പറഞ്ഞോ? നിങ്ങൾ രാജ്യവ്യാപകമായി സ്വീകരിക്കുന്ന നിലപാടിന് വിരുദ്ധമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കേരളത്തിൽ LDFനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷവും. പിന്മാറണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരനുമാനം മാത്രമാണ്. അല്ലെങ്കിൽ പറ, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അതേതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇതേവരെ പറഞ്ഞോ അതിനെപ്പറ്റി? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ. പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് ഈ നിയമഭേദഗതി നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്ന്. ഈ നിയമം നടപ്പാക്കുക, അതാണ് ഉദ്ദേശം. അതായത് മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം നടപ്പാക്കുക, അതിനാണ് ചട്ടം. രാജ്യത്താകെ പ്രതിഷേധം ഉയർന്നു. കോൺഗ്രസ് എന്താണ് പറയുന്നതെന്ന് ആൾ നോക്കൂലേ? എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? എന്താണ് നിങ്ങൾക്ക് തടസ്സം പ്രതികരിക്കാൻ? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, രാത്രി ആലോചിച്ച് പറയാം. എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി, കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പറയുന്നു. രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യം ഇവിടെയാണ്. നിങ്ങളൊരു യാത്ര നടത്തിയല്ലോ. ആ യാത്രയിൽ നിങ്ങൾ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചല്ലോ. ഇതിനെപ്പറ്റി മിണ്ടിയോ? പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? എന്തേ നിങ്ങളുടെ അഭിപ്രായം പറയാതിരുന്നത്? പോട്ടെ, ആളുകൾ പ്രതീക്ഷിച്ചു ആ പരിപാടിയുടെ സമാപനത്തിൽ അഭിപ്രായം പറയൂ. ഉണ്ടായില്ലല്ലോ. അവസാനത്തെ പ്രതീക്ഷ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ
വയനാട്ടിൽ വെച്ച് പറയുമെന്നായിരുന്നു. പറഞ്ഞോ? എന്താണ് വിലക്ക്? എന്തുകൊണ്ട് പറയാനാകുന്നില്ല? പോട്ടെ, ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക ഇറക്കുന്ന ഘട്ടമാണല്ലോ. എല്ലാവരും പ്രകടന പത്രിക ഇറക്കുന്നുണ്ട്. ഞങ്ങളും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ഇറക്കിയിട്ടുണ്ട്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുകയാണ്, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. കോൺഗ്രസ് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആ പ്രകടന പത്രികയിൽ യാതൊന്നുമില്ല. പ്രകടന പത്രികയിൽ ഒന്നുമില്ലാത്തതിനെ ഞങ്ങൾ വിമർശിച്ചു. അത് വിമർശിക്കണ്ടേ? ഇത് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമല്ലേ? ലോകമാകെ അപലപിച്ചൊരു വിഷയമല്ലേ? മതാടിസ്ഥാനത്തിൽ പൗരത്വമാക്കുക എന്നത് ചെറിയ വിഷയമാണോ? നിങ്ങൾക്കെന്തുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാൻ പറ്റുന്നില്ല? ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചു. അപ്പോഴതാ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശക്തമായ ഡിഫൻസുമായി രംഗത്ത് വരുന്നു. എന്തൊരു വർത്തമാനമാണിത്? ഇത് വായിക്കാതെ പറയുകയാണ്, ഇത് നോക്കൂ, ഇതിനകത്ത് ഇത്രാമത്തെ പേജ് നോക്കൂ, അതിൽ ഇത്രാമത്തെ ഗണ്ണിക വായിക്കൂ. ഇതൊന്നും വായിക്കാതെ ഇങ്ങനെ പറയലാണോ? എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ മലയാള മനോരമയ്ക്ക് അക്കടി പറ്റിയതാണെന്ന് ഞാൻ പറയുന്നില്ല. അവരും ഇദ്ദേഹവും കൂടി യോജിച്ചുകൊണ്ടായിരിക്കാം. മലയാള മനോരമ ബാനർ ഹെഡിങ് 1-ാമത്തെ പേജിൽ തന്നെ, വായിച്ചില്ല, ഈ പേജ് നോക്കിയില്ല, ഈ ഗണ്ണിക നോക്കിയില്ല, എന്നിട്ടാണ് കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ. ആ ദിവസം പത്രക്കാരെ കാണുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഇതാണ് പ്രകടന പത്രിക, ഇതിൽ ഇത്രാമത്തെ പേജാണല്ലോ പറഞ്ഞത്, ആ പേജ് ഇതാ. ആ പേജ് എടുത്തു, ആ പറഞ്ഞ ഗണ്ണിക എടുത്തു. ഗണ്ണിക എടുക്കൽ മാത്രമല്ല, അത് വായിച്ചു. അതിലെവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല. എന്താണിത്? ആളുകളെ പറ്റിക്കുന്നൊരു കണക്ക് വേണ്ടി. പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ KPCCയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ UDFൻ്റെ കൺവീനർ പറഞ്ഞു, ഞങ്ങൾക്കതിന് മനസ്സില്ല, നിങ്ങൾക്കെന്ത് വേണം? ശരി, അത് നല്ല കാര്യം, അതങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത്. ഇതാണ് രാഹുൽ ഗാന്ധി വിമർശിച്ച കാര്യം. നിങ്ങൾ വല്ലതും ഉൾക്കൊള്ളുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമല്ലേ അത്? സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കലല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് സംഘപരിവാർ അജണ്ട വന്നു ചേർന്നത്? അതല്ലേ പ്രശ്നം. അതിനെ വിമർശിച്ചപ്പോൾ അതിൻ്റെ സത്ത ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഈ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ഇത് നടപ്പാക്കിയാൽ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അവർ. അവരുടെ മുന്നിലാണ് മതനിരപേക്ഷ ഇന്ത്യ ഉറപ്പ് നൽകേണ്ടത്. നിങ്ങൾ ഈ നാടിൻ്റെ ഈ മണ്ണിൻ്റെ മക്കളാണ്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഞങ്ങൾ കൂടെയുണ്ട് എന്ന മെസ്സേജാണ് നൽകേണ്ടത്. നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ? അതാ പ്രശ്നം. ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ സ്വീകരിച്ച എല്ലാ നടപടിയും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും ഇതിവിടെ നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ ആർജവത്തോടെ പറയുന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് മൗലികാവകാശങ്ങൾ ഹരിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാൻ ആർക്കും അധികാരമില്ല. അത് നിയമസഭയായാലും പാർലമെൻ്റ് ആയാൽ പോലും. ആ കാര്യം
അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തത വരുത്തിയ കാര്യമാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തിയ കാര്യമാണത്. ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ ഭരണഘടനയുടെ മൗലികതയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് നടപ്പാക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് 2019 തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ചട്ടങ്ങൾ വന്നപ്പോൾ അത് കൂടി ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ നീക്കാനും അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയതും അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എന്താണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ കഴിയാത്തത്? അതല്ലേ രാഹുൽ ഗാന്ധി പറയേണ്ടത്? ഇത് മാത്രമാണോ? നമ്മുടെ RSSൻ്റെ അജണ്ട നടപ്പാക്കലാണല്ലോ 2019 വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ സർക്കാർ വളരെ ധൃതിപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അതിലൊരു കാര്യം RSS പണ്ടേ പറയുന്നതാണ്, ഭരണഘടനയിലെ 370 റദ്ദ് ചെയ്യും. ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി RSSന് വ്യക്തമാണത്. റദ്ദ് ചെയ്തേ അടങ്ങുമെന്നാണ് അവരുടെ വാശിയുണ്ടായത്. ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ദിവസം പെട്ടെന്ന് സഭയിലങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. ഒന്ന്, ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്യുന്നു. 2, ജമ്മുകാശ്മീർ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു, എടുത്തു കളയുന്നു. 3, ജമ്മുകാശ്മീരിനെ കഷ്ണങ്ങളായി വിഭജിക്കുന്നു. നോക്കണം, എന്തെല്ലാം നടപടിക്രമങ്ങൾ ഇത്തരമൊരു കാര്യത്തിന് പാലിക്കണം. ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കും. അതാണ് RSS സംഘപരിവാർ നിലപാട്. അതാണ് BJP ഗവൺമെൻറ് ഇവിടെ ചെയ്തത്. കനത്ത പ്രതിഷേധമുയരില്ലേ? സ്വാഭാവികല്ലേ? രാജ്യത്തുയരില്ലേ? നിങ്ങൾ ഉയർത്തിയോ? നിങ്ങൾ അത്തരമൊരു പ്രതിഷേധവുമായിട്ട് വന്നോ? സാങ്കേതികമായി എതിർത്തു എന്നുള്ളതല്ല പ്രശ്നം. ഇതുപോലെ ഗൗരവമായ ഒരു വിഷയത്തിൽ അതിന് തക്ക രീതിയിലുള്ള പ്രതിഷേധം പാർലമെന്റിലും പുറത്തും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? എന്താ ഗവൺമെന്റ് അപ്പോൾ ചെയ്തത്? ജമ്മുകാശ്മീരിൽ ഒരു തടങ്കൽ പാളയങ്ങാക്കി. ഞങ്ങളുടെ ഒരു ഇടതുപക്ഷ നേതാവ് അവിടെയുണ്ട്, തരിഗാമി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. അദ്ദേഹം തടങ്കലിൽ. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി CPIM ജനറൽ സെക്രട്ടറിയും CPI ജനറൽ സെക്രട്ടറിയും രണ്ടാളും ശ്രീനഗറിലെത്തി. ആ വിമാനത്താവളത്ത് പുറത്ത് കടക്കാൻ പറ്റില്ല, നിരോധനം, തിരിച്ചു പോരേണ്ടി വന്നു. അതവിടെ ഉപേക്ഷിച്ചില്ല. സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ചു. എൻ്റെ സഖാവോടെ തടങ്കലിലാണ്, എനിക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ പോകൂ, സംസാരിക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ പോയി സംസാരിച്ചു. നിങ്ങളെന്താ ചെയ്തത് രാഹുൽ ഗാന്ധി? ഏതെങ്കിലും ഒരു നടപടി, ആ ജമ്മുകാശ്മീരിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തുണ്ടായോ? എന്തേ? ഈ പ്രത്യേക പദവി നിങ്ങളുടെ പ്രകടന പത്രിക പൂർണ്ണ നിശബ്ദല്ലേ? നിങ്ങൾക്ക് എങ്ങനെ സംഘപരിവാർ അജണ്ട വരുന്നു? അതല്ലേ പ്രശ്നം. അതാണല്ലോ ആലോചിക്കേണ്ടത്. ഈ നാട് ആലോചിക്കുന്നതാണല്ലോ, രാജ്യം ആലോചിക്കുന്നതാണല്ലോ. ഇപ്പോൾ നമ്മുടെ
കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലുണ്ടായ പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. UDF കനത്ത വിജയം, LDF കനത്ത തിരിച്ചടി. അവസാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ 2 പേര് LDF 18 പേര് UDF. അന്ന് ഈ 18 അംഗ സംഘത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും ഈ 5 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന മനോവേദന ഒന്ന് ഓർമ്മിച്ചു നോക്കും. വിവിധ ഘട്ടങ്ങളിൽ എന്തൊരു മനോവേദനയാണ് അവരനുഭവിച്ചത്. എന്താ കാര്യം? ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ ശരിയായ നിലപാട് ഈ 18 അംഗ സംഘം എടുത്തോ? നമ്മുടെ കേരളത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ എല്ലാ കാലത്തും ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട്. ശബ്ദമുണ്ടായോ? 20-ൽ 18 നിശബ്ദമായി പോയി. അപ്പോൾ കേരളത്തിൻ്റെ ശബ്ദം നേർത്തതായിപ്പോയി. പല കാര്യത്തിലും സംഘപരിവാറിനോട് ഒട്ടി നിൽക്കുന്ന 18 അംഗ സംഘത്തെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തൊരു മനോവേദനയോടെയാണ് നമ്മുടെ വോട്ടർമാരും ജനങ്ങളും അത് കണ്ടുകൊണ്ടിരുന്നത്. ഇവരെയാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചയച്ചത്. ഇതല്ലേ 5 വർഷക്കാലം അനുഭവിച്ചത്. ഈ പറഞ്ഞ 2019 അധികാരത്തിൽ വന്ന ഉടനെ വന്ന ആ നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി, ഈ 18 അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? ഡൽഹിയിൽ കനത്ത പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും കണ്ടോ? ആ ഡൽഹിയിലെ പ്രതിഷേധക്കാരന് നേരെ ജനുവരി മാസത്തിൽ വലിയ തോതിലുള്ള സംഘപരിവാർ ആക്രമണം നടക്കുമ്പോൾ ആ ഇരകളോടൊപ്പം നിൽക്കാൻ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും എത്തി. ഈ 18 അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? നമ്മുടെ അവരെ ജയിപ്പിച്ച ആളുകൾ അനുഭവിച്ച വേദനയൊന്ന് ആലോചിച്ച് നോക്കുന്നു. എന്തൊരു വേദനയാണ് അവരനുഭവിച്ചത്. ഇതിനാണോ ഞങ്ങളിവരെ ജയിപ്പിച്ചതെന്ന് ആലോചിച്ചില്ലേ? ജമ്മു കാശ്മീരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 18 അംഗ സംഘത്തെ കണ്ടോ? NIA ഭേദഗതി, ആ നിയമം കടുത്ത വകുപ്പുകളുടെ നിയമമാണ്. അതിനെ കൂടുതൽ കടുത്തതാക്കുക. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? ആ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായോ? ഇല്ല. ലോക്സഭയുടെ കാര്യം ആകെ 6 പേരാണ് അതിനെതിരെ വോട്ട് ചെയ്തത്. ആ 6-ൽ ഒരാള് ആലപ്പുഴയിലുള്ള സഖാവ് ആരിഫ്. ഇതാണ് ലോക്സഭയുടെ ചിത്രം. എവിടെ പോയി നമ്മുടെ 18 അംഗ സംഘം? UAPA സാക്ഷാൽ കരിനിയമം. ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കുന്നു. ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ നിയമത്തിനെ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായോ? BJPയോടൊപ്പമാണ് കോൺഗ്രസ് നിന്നത്. ഇതല്ലേ നമ്മുടെ അനുഭവം. ഈ രാജ്യത്ത് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ 18 അംഗ സംഘം നമ്മുടെ നാടിൻ്റെ തനിമക്കനുസരിച്ച് നിലപാടെടുത്തോ? സംഘപരിവാറിനെതിരെ നിലപാടെടുത്തോ? BJP ഗവൺമെന്റിന്റെ നിലപാടിനെ ശക്തമായി വിമർശിക്കാനും തുറന്നു കാണിക്കാനും തയ്യാറായോ? ഇതല്ലേ നമ്മുടെ അനുഭവം. ഇത് മാത്രമാണോ നമ്മുടെ അനുഭവം? നമ്മുടെ നാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചല്ലോ. ആ പ്രയാസങ്ങൾ പലതരത്തിലാണ് വന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ഈ കാലയളവിൽ നമ്മൾ അനുഭവിച്ചതുപോലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം,
അതിരൂക്ഷമായ കാലവർഷക്കെടുതി. നമ്മളൊരു ഇടവേള കിട്ടി, ശ്വാസം കഴിക്കാൻ സമയമില്ല, അപ്പോഴേക്ക് കോവിഡ്, ഇടക്ക് നിപ്പ, പിന്നെ ഒരു സമയം ഓഖി. എന്താ ഇതിൻ്റെയൊക്കെ ഫലം? നമ്മുടെ നാടിനെ അങ്ങ് തകർത്തെറിയായിരുന്നില്ലേ? ആ പ്രളയഘട്ടത്തിലൊക്കെ കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് വലിയ വാഗ്ദാനം, ഇവിടെ കേരളത്തിന് വലിയ വികസനം ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹം. നിങ്ങളുടെ ആപൽഘട്ടത്തിൽ സഹായിക്കാത്ത നിങ്ങളാണോ ഇനി കേരളത്തിൻ്റെ വികസനത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ ജനങ്ങൾ കണ്ടതല്ലേ? ആ പ്രളയകാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണല്ലോ അധികാരത്തിൽ. എല്ലാവരും വേദനിച്ചില്ലേ? എങ്ങനെ ഈ കേരളം ഇനി അതിജീവിച്ച് വരും എന്ന് വല്ലാതെ വേദനിച്ച കാലമല്ലേ? ഞങ്ങൾ പ്രത്യേക സഹായം ചോദിച്ചല്ലോ, തന്നോ? സഹായം എന്നത് ഒരു ഔദാര്യമല്ല, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ. രാജ്യത്തിൻ്റെ ഭാഗമായ നമുക്ക് അർഹതപ്പെട്ടതാണത്. ഇതുപോലൊരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാൻ ബാധ്യപ്പെട്ടതാണ്. സഹായിച്ചോ? പ്രത്യേക പാക്കേജ് നാം ചോദിച്ചു, തന്നില്ല. അർഹതപ്പെട്ടതും നിഷേധിച്ചു. എന്ത് മനോഭാവമാണത്? കരകയറരുത്, തകരട്ടെ, ആ മനോഭാവമല്ലേ? കൂടുതൽ നാശം വരട്ടെ എന്നല്ലേ ചിന്ത? ആ ഘട്ടത്തിലല്ലേ ചില രാഷ്ട്രങ്ങൾ, അവർ കേരളത്തെ നെഞ്ചേറ്റിയ രാഷ്ട്രങ്ങളാണ്, കേരളവുമായിട്ട് നൂറ്റാണ്ടുകളായി ബന്ധമുള്ളവർ, അവരിത് കണ്ട് വല്ലാതെ വേദനിച്ചു. അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തുകയും പറയുന്നു, ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കേരളത്തിൻ്റെ വികസനം ഉറപ്പായി വികസനം ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന പ്രധാനമന്ത്രി, നിങ്ങളുടെ ഗവൺമെൻറ് എന്താണ് മറുപടി പറഞ്ഞത്? ഞങ്ങൾ ഒരു സഹായവും സ്വീകരിക്കില്ല. കേരളം ആദ്യമായി നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു ദുരന്തം നേരിട്ട സംസ്ഥാനമാണോ? ബാക്കിയെല്ലാം പോട്ടെ, നിങ്ങൾ പ്രധാനമന്ത്രി, നിങ്ങൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? ആ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവിടെ പ്രകൃതി ദുരന്തമുണ്ടായില്ലേ? ആ പ്രകൃതി ദുരന്തത്തിന് അന്താരാഷ്ട്ര സഹായം ലഭിച്ചില്ലേ? അത് വാങ്ങി അവിടെ കാര്യങ്ങൾ നിർവഹിച്ചില്ലേ? നിങ്ങൾക്കാകാമായിരുന്നത് എന്തുകൊണ്ട് കേരളത്തിന് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിഷേധിച്ചു? ആ മനോഭാവം കേരളം തകരട്ടെ എന്നുള്ളതല്ലേ? അതല്ലേ നമ്മുടെ അനുഭവം? ഇത് മാത്രമാണോ? നാം കേരളത്തെ വികസിപ്പിക്കുമെന്ന് പറയുമ്പോൾ എല്ലാം ഓർത്തു പോകണമല്ലോ. അതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ ചെയ്ത കാര്യമാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരെ അവിടുന്ന് ഇങ്ങോട്ട് അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് ചില സഹായങ്ങൾ സ്വരൂപിക്കാൻ പറ്റും. പക്ഷെ ആ സഹായം സ്വരൂപിക്കുന്നതിന് ഒരു മന്ത്രി കൂടി ഉണ്ടായാൽ ഞങ്ങൾക്കത് കൂടുതൽ സഹായമാവും. ആരെങ്കിലും അയക്കണം. ഞങ്ങൾ ആലോചിച്ചു, ശരിയാണല്ലോ, മന്ത്രിമാരെ അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ മന്ത്രിമാർക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. അനുമതി ചോദിച്ചു. എന്താ നിലപാടെടുത്തത്? അനുമതി നിഷേധിക്കുന്നു. എന്തേ നിഷേധിക്കാൻ കാരണം?
നിങ്ങളങ്ങനെ രക്ഷപ്പെടേണ്ട തൽക്കാലം എന്ന മനോഭാവം തന്നെ. അതല്ലേ ഉണ്ടായത്? ഇത് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണോ? ഈ ഘട്ടത്തിൽ കോൺഗ്രസ്, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം, കേന്ദ്ര ഗവൺമെൻറ് ന്യായത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. അവരുടെ ന്യായങ്ങൾ പറയുകയായിരുന്നു. ആ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF, ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായില്ല. എന്താണ് വസ്തുത? ഇതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോൾ നരേന്ദ്രമോദി ഒരുപാട് വാഗ്ദാനങ്ങൾ ചൊരിയുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ കാര്യത്തിലേക്കും ഇപ്പോൾ പോകുന്നില്ല. ആ വാഗ്ദാനങ്ങൾ ആര് വിശ്വസിക്കും? ഈ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനാണല്ലോ പ്രത്യേക റെയിൽ ട്രാക്കും അതിലൂടെ ട്രെയിനും എന്നൊരാശയം കേരളം മുന്നോട്ട് വെച്ചത്. സംശയമില്ല, റെയിലാണെങ്കിൽ കേന്ദ്ര അനുമതി ഉണ്ടെങ്കിലേ നടപ്പാക്കാൻ പറ്റൂ. നിങ്ങൾ അനുമതി നിഷേധിച്ചു, അതല്ലേ റെയിൽ നടക്കാതിരുന്നത്? ഇപ്പോഴും നിങ്ങളെ പരിഗണനയിൽ കിടക്കുകയാണല്ലോ. നിങ്ങൾ പുതിയ പേര് പറയുന്നുണ്ട്, പുതിയ അതിവേഗ റെയിലിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാവൂലേ? ഞങ്ങൾ എത്രയോ തവണ ചർച്ചയ്ക്ക് വന്നില്ലേ? വല്ല ആരോഗ്യകരമായ സമീപനവും നിങ്ങളുടെ ഭാഗത്തുണ്ടായോ? ഇതൊക്കെ നാം കണ്ടുപോകേണ്ട കാര്യമാണ്. ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. എയിംസ് നമ്മൾ ചോദിച്ചത് അർഹമാണോ? കേരളത്തിൻ്റെ ആരോഗ്യനില വെച്ച് എയിംസിന് അർഹത നമുക്കില്ലേ? സ്ഥലവും എടുത്തിട്ടു, ഇതേവരെ തീരുമാനമില്ല. സ്ഥലം എടുത്തിട്ടാൽ നടക്കില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. സ്ഥലം എടുക്കുകയല്ല, തറക്കല്ലിടുകയും നടന്നല്ലോ. കോച്ച് ഫാക്ടറി എന്തെല്ലാം അവഗണനയാണ് ഈ കേരളത്തോട് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ അർഹതപ്പെട്ട സഹായം നേടുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് കേരളത്തിന് ഏറ്റത് എന്ന് പ്രധാനമന്ത്രി പറയാന്ന് പറഞ്ഞാൽ എന്തൊരു നിലപാടാണത്? ഏതാണ് തിരിച്ചടി? സുപ്രീം കോടതി പറയാണ്, നിങ്ങൾ രണ്ട് ഗവൺമെൻറ് കൂടി ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്ക് നില തന്നെ. നിങ്ങൾ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിച്ചാലേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ആ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, എന്താണിത്? കേരളത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ അതിന് അനുമതി കൊടുക്കാത്തതിന് എന്ത് ന്യായമാണുള്ളത്? അത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതല്ലേ? നിങ്ങൾ ആദ്യം അത് കൊടുക്കൂ. നോക്കണം, കേരളത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ ലഭിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അതിന് ശേഷമാണ് കിട്ടുന്നത്. സുപ്രീം കോടതി അവിടെ നിർത്തിയില്ല, പിന്നെ വീണ്ടും വിശദമായി വാദം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് അതീവ ഗൗരവമായ വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയം ഇതേവരെ ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, കടക്കാത്തൊരു മേഖലയാണ്. ഞങ്ങൾ വ്യക്തത വരുത്താത്തൊരു മേഖലയാണ്. ഈ ഗൗരവമായ വിഷയം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നതാണ് നല്ലത്. എന്താ അതിൻ്റെ അർത്ഥം? കേരളം ഉയർത്തിയ വാദഗതി അംഗീകരിച്ചു. സാമ്പത്തിക ഫെഡറലിസം അതിവിടെ തകർക്കുന്നു എന്നതാണ് കേരളം ഉന്നയിച്ചത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതാണോ കേരളത്തിന് നേരെ തിരിച്ചടി?
ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നമായിട്ടത് മാറി. ഞാൻ പറഞ്ഞ 18-അംഗ സംഘം ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം, അവഗണന, അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? എല്ലാ കാര്യത്തിലും ഈ 18-അംഗ സംഘം BJPയുടെ കൂടെയായിരുന്നു. ഒരു അനുഭവം മാത്രം പങ്കുവെക്കുക. കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അതിൻ്റെ കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. MP-മാരുടെ കോൺഫറൻസാണ് സംസ്ഥാന ഗവൺമെൻറ് വിളിച്ച്. നിങ്ങളെല്ലാവരും കൂടി ധനമന്ത്രിയെ കാണണം എന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. എല്ലാവരും സമ്മതിച്ചു, കാണാം, ഒന്നിച്ചു പോയി കാണാം, നിവേദനം കൊടുക്കുക. ആദ്യത്തെ വട്ടം തയ്യാറായില്ല, ഒപ്പിടാൻ തയ്യാറായില്ല. രണ്ടാമത്തെ വട്ടവും ഇത് ആവർത്തിച്ചു. നിവേദനവുമായി ചെന്നപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ ഒരു വാചകം വേണം. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം കാരണം എന്നെഴുതണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന, കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനം, അതിനെതിരെയാണ് നിവേദനം. അപ്പോൾ അതിൽ പറയുക, ഇതൊന്നും നിങ്ങളെ കുറ്റം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അത്രമാത്രം BJP ഗവൺമെൻറ്റിനോട് വിധേയത്വമുള്ള ഒരു സംഘമായി ഈ 18-അംഗ സംഘം മാറി എന്നതാണ് നമ്മുടെ അനുഭവം. BJPക്ക് ഒരു കേരള വിരുദ്ധ മനോഭാവമുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഇവർക്കെങ്ങനെ വന്നു അത്? ഇവർ ഈ നാടിനെ പ്രതിനിധീകരിച്ചല്ലേ കേരളത്തിൽ നിന്ന് പോയത്, കേരളത്തിൻ്റെ പ്രതിനിധികളല്ലേ. പക്ഷെ അവരും അനുഭവത്തിൽ കേരള വിരുദ്ധരായി. ആ കേരള വിരുദ്ധ മനോഭാവത്തിനെതിരെ നമ്മുടെ നാട്ടിലെ വോട്ടർമാരും ജനങ്ങളും ശക്തമായ വികാരം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നൊരു കാഴ്ച, അഭൂതപൂർവമായ LDF അനുകൂല തരംഗം അലയടിച്ചുയരുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസ്ഥിതി. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഞങ്ങളുടെ നേതൃനിരയിൽ തന്നെയുള്ള ഒരു സഖാവ് വിജയരാഘവനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്. സഖാവ് വിജയരാഘവനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു കുടുംബാംഗമായി തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പൊതുപ്രവർത്തകരാണ്. എല്ലാ കാലത്തും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം മികവാർന്ന രീതിയിൽ നിർവഹിക്കാൻ തയ്യാറായ ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. വ്യക്തത, ആശയകാര്യങ്ങളിൽ നല്ല വ്യക്തത, നിലപാടിൽ നല്ല തെളിമ എല്ലാ കാലത്തും സഖാവ് വിജയരാഘവനുണ്ട്. അപ്പോൾ ദേശീയ തലത്തിലുള്ള പ്രശ്നമായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും പാലക്കാട് പാർലമെൻ്ററി മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. നല്ല വ്യക്തതയോടെയും തെളിമയോടെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഖാവ് വിജയരാഘവന് സാധിക്കും. എല്ലാ അർത്ഥത്തിലും പാലക്കാടിൻ്റെ ഉത്തമനായ ജനപ്രതിനിധിയായി തിളങ്ങാൻ സഖാവ് വിജയരാഘവന് കഴിയും. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് വിജയരാഘവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.